കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നിരിക്കുകയാണ്. നമുക്ക് അതിലേക്കാണ് പോകേണ്ടത്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല. 55 പേരുടെ പട്ടിക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മൾ കാത്തിരുന്ന പട്ടിക 50-ാം മണിക്കൂറിലെത്തിയിരിക്കുന്നു. PR സുനിൽ, ആരൊക്കെയാണ് പട്ടികയിൽ, ആരൊക്കെ ഒഴിവാക്കപ്പെട്ടു? ആദ്യഘട്ടത്തിൽ 55 പേരുടെ പേരുകളാണുള്ളത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ PR സുനിൽ, കെ സുധാകരന് സീറ്റുണ്ടോ? ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. വിനീത, 55 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ കെ സുധാകരന്റെ സീറ്റിന്റെ കാര്യത്തിലുള്ള തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഏതായാലും ഈ 55 സ്ഥാനാർത്ഥികളുടെ പട്ടിക എങ്ങനെയാണ്? ഇരിക്കൂർ മണ്ഡലത്തിൽ സജീവ് ജോസഫാണ്, സിറ്റിംഗ് MLA സജീവ് ജോസഫാണ് സ്ഥാനാർത്ഥി. കോവളത്തെ എം വിൻസെന്റിന് സീറ്റുണ്ട്. PR സുനിൽ നേരത്തെ സംശയം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും കോവളത്തെ വിൻസെന്റിന് സീറ്റുണ്ട്. ചിറയിൻകീഴിൽ തർക്കങ്ങളുണ്ടായി. ചിറയിൻകീഴിൽ രമ്യ ഹരിദാസ് തന്നെ എത്തുന്നു. വിനീത, തീർച്ചയായും ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടിക എങ്ങനെയാണ്? ധർമ്മടത്ത് അബ്ദുൾ റഷീദാണ് സ്ഥാനാർത്ഥി. തലശ്ശേരിയിൽ KP സാജു, പേരാവൂരിൽ സണ്ണി ജോസഫ്, മാനന്തവാടിയിൽ ഉഷ വിജയൻ, അതുപോലെ സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ, കൽപ്പറ്റയിൽ T. സുനിൽ, ഞാൻ ഇതിൽ പ്രധാനപ്പെട്ട തർക്കങ്ങളുണ്ടായ സീറ്റുകൾ നോക്കുമ്പോൾ തവനൂരിൽ VS ജോയിക്ക് സീറ്റുണ്ട്. VS ജോയിക്ക് നേരത്തെ സീറ്റില്ലെന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും തവനൂരിൽ VS ജോയ് തന്നെ എത്തുന്നു. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് തുടരും. AP അനിൽകുമാർ വണ്ടൂരിൽ, A സുരേഷ് മലമ്പുഴ, നമുക്കറിയാവുന്നതായിരുന്നു. രമേശ് പിഷാരടി പാലക്കാട് എത്തുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഒപ്പം രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നു. ചിറയിൻകീഴിൽ വലിയ തർക്കങ്ങളുണ്ടായ ഇടത്ത് രമ്യ ഹരിദാസ് ഉറപ്പിക്കുന്നു. എം വിൻസെന്റിന്റെ കാര്യത്തിൽ കോവളത്ത് സംശയമുണ്ടായിരുന്നെങ്കിലും വിൻസെന്റിനും സീറ്റ് ഉറപ്പിക്കുകയാണ്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയുണ്ട്. കുന്നത്തുനാടിൽ VP സജീന്ദ്രനുണ്ട്. തൃശൂരിൽ രാജൻ പള്ളനാണുള്ളത്. രമേശ് പിഷാരടി പാലക്കാട് ഉറപ്പിക്കുന്നുണ്ട്. കോങ്ങാട് KA തുളസി തന്നെയാണ്. പൊന്നാനിയിൽ നൌഷാദ് അലി. തവനൂരിൽ VS ജോയ് എത്തുന്നു. അപ്പോൾ നമ്മൾ സംശയിച്ച അല്ലെങ്കിൽ ചെറിയ തർക്കങ്ങളുണ്ടായ ചില മണ്ഡലങ്ങൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 55 പേരുടെ പട്ടിക. PR സുനിൽ. തീർച്ചയായും വിനീത, ഏതായാലും ഇപ്പോൾ 55 പേരുടെ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നു. അവശേഷിക്കുന്ന സീറ്റുകളിൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. 35-ലധികം സീറ്റുകളിൽ വലിയ തർക്കം ഉണ്ട് എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൊച്ചി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനം വരേണ്ടിയിരിക്കുന്നു. ഏതായാലും 35 സീറ്റിൽ തർക്കം തുടരുന്നുണ്ട്. 55 സീറ്റിലെ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്.